ആ നിനക്ക് പഴങ്കഞ്ഞി വേണോ? നല്ല രുചിയാ. നീ നാണക്കേടൊന്നും വിചാരിക്കണ്ട. നീ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാൾ ബെസ്റ്റാ ഇത്. വാ കഴിക്കാം. ആടി മടിച്ചു നിൽക്കാതെ വാ. ശകലം കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? നല്ലതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ പഴങ്കഞ്ഞി എവിടെ? അയ്യോ, ഇന്നലെ രാത്രി ആന്റി ഇത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. നിനക്കേ ഞാൻ തരാം. എന്തൊരു രുചി ആണോ? അമ്മമ്മേ, ഇതിന്റെ റെസിപ്പി എവിടെന്നാ പഠിച്ചേ? എങ്ങനെ അമ്മമ്മ ഇത് ഉണ്ടാക്കുന്നേ? ഇതേ അമ്മൂമ്മയുടെ റെസിപ്പിയാ, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെ. അമ്മേ, അമ്മയുടെ ഈ പഴങ്കഞ്ഞി കൂട്ട് ഒരു ബിസിനസ് ആക്കിയാ മതി. പാഴ്സൽ ചെയ്ത് കൊടുത്താ മതി. കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആള് വരും. ഓ അച്ഛാ, ഇത് സൂപ്പർ ഐഡിയ. ഒരു ഹോം കിച്ചൺ, നൊസ്റ്റാൾജിയുള്ള ഐറ്റംസ്. അങ്ങനൊരു കിച്ചൺ ഇവിടെ എങ്ങുമില്ല. അച്ഛൻ എന്തു പറയുന്നു? നമുക്കൊന്ന് നോക്കിയാലോ? മക്കളെ, എന്റെ കുട്ടിക്കാലത്തെ അന്നൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് പേരുടെ വയറ് നിറയ്ക്കാൻ എന്റെ മുത്തശ്ശി ചെയ്തിരുന്ന പണിയായത്. എല്ലാ ദിവസവും കുറച്ച് ചോറ് കൂടുതലങ്ങ് വെക്കും. വൈകുന്നേരം അതെടുത്ത് വെള്ളത്തിലിടും. കുറച്ച് ഉപ്പ് ചേർക്കും. എന്തിനാന്നറിയോ? ചോറ് കേടാവാതിരിക്കാൻ. പിന്നെ തലേദിവസത്തെ കപ്പയും തൈരും പച്ചമുളകും ഒക്കെ ചേർക്കും. അന്നൊക്കെ ഈ ഉണക്കമീൻ എന്ന് പറഞ്ഞാലേ ഒരു കഷ്ണത്തിന് വേണ്ടി ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ ചേർന്നടി വയ്ക്കും. ഒടുവിൽ എല്ലാരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുത്തശ്ശി ആ ഒരു കഷ്ണം ഉണക്കമീൻ ഈ പഴങ്കഞ്ഞിലങ്ങ് ഞെരടിത്തരും. ഞങ്ങള് കുട്ടികളെല്ലാരും കൂടെ തലേ ദിവസത്തെ മീൻചട്ടി കാണും, അതിലിട്ട് ഇളക്കി കഴിക്കും. അന്ന് അത് നോക്കി നിൽക്കുമ്പോ എന്റെ അമ്മയുടെ കണ്ണു നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് അമ്മ എന്തിനാ കരയുന്നെ? ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ അമ്മ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുണ്ടല്ലോ, ആ സ്നേഹം മതി ഞങ്ങൾക്ക്. അതെ, അമ്മ ഒരു ഉരുള എനിക്ക് വാരി തന്നെ. ചെല്ലേ. അല്ലെങ്കിലും അമ്മയ്ക്കേ മരുമകളോടാ എന്നെക്കാളും സ്നേഹം. അതെ, ഒന്ന് പോടാ അവിടുന്ന്.